حق قدره ومقداره العظيم. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن كل من في السماوات والأرض إلا آتي الرحمن عبدا لقد أحصاهم وعدهم عدا وكلهم آتيه يوم القيامة فردا. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. فإنما يسرناه بلسانك لتبشر به المتقين وتنذر به قوما لدا. وكم أهلكنا قبلهم من قرن هل تحس منهم من أحد أو تسمع لهم ركزا. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. നമ്മുടെ ഭീന്നരായ ഗുരുവര്യർ എന്ന് അള്ളാഹുവിന്റെ മാലാഖമാർ, നിങ്ങൾ വന്നത് നന്നായി, നിങ്ങളുടെ നടത്തം അള്ളാഹു ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു വീട് ഒരുക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ചേർത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ മഹത്തായ പ്രദേശം, ഇതിന്റെ പരിസര പ്രദേശങ്ങളിൽ അന്ത്യവിഷമം കൊള്ളുന്ന മഹത്തുക്കളായ ആളുകൾ, നമ്മുടെ നാട്ടുകാരും ബന്ധുക്കളുമൊക്കെയായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വല്യപ്പ വല്യമ്മമാർ, സഹോദര സഹോദരിമാർ, അവരുടെയൊക്കെ ഖബറിടം അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എടുത്ത് ആഖിറത്തിലേക്ക് യാത്ര തിരിച്ച ഡോക്ടർ ഇർഷാദ്, അദ്ദേഹത്തിന്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിന് അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ വിധവയായ ഭാര്യ, അവർക്ക് അള്ളാഹു മനസ്സമാധാനം നൽകട്ടെ. അള്ളാഹു അവർക്ക് ഖൈറായൊരു ജീവിത പങ്കാളിയെ കൊടുക്കട്ടെ. ഡോക്ടർ ഇർഷാദ് മർഹൂം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്, അവരുടെ മാതാപിതാക്കൾക്ക്, അവരുടെ ബന്ധുമിത്രാദികൾക്ക്, ഒരുപാട് സുഹൃത്തുക്കൾ, അവരുടെയൊക്കെ മനസ്സിലെ വേദന അള്ളാഹു അദ്ദേഹത്തിന്റെ ആഖിറത്തിലേക്ക് വിജയത്തിന് കാരണമാകുന്ന പ്രാർത്ഥനകളാക്കി മാറ്റിക്കൊടുത്ത് അദ്ദേഹത്തിന്റെ വിയോഗം കൊണ്ടുണ്ടായ ആ ഒരു വിഷമം അള്ളാഹു തആല തീർത്തു തന്ന് മനസ്സമാധാനം എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. അവരെ നമ്മയൊക്കെ സ്വർഗ്ഗലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിന്റെ അലംഘനീയമായ തീരുമാനങ്ങളെ ഒരിക്കലും നമുക്ക് മറികടക്കാൻ കഴിയില്ലെന്നാണ്. وفوق تدبيرنا لله تدبير وفوق تقديرنا لله تقدير. നമ്മുടെ പ്ലാനുകൾക്കൊക്കെ അപ്പുറം അള്ളാഹുവിന്റെ ചില പ്ലാനുകളുണ്ട്. നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറം അള്ളാഹുവിന്റെ കണക്കുകൂട്ടലുകളുണ്ട്. നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ, പ്ലാൻ ചെയ്യാൻ പറ്റും, പക്ഷെ നടക്കുന്നത് ആകാശലോകത്തെ തീരുമാനങ്ങളാണ്. നമുക്ക് തീരുമാനിച്ചുറപ്പിക്കാം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, അടുത്ത മാസം, അടുത്ത വർഷം എന്നൊക്കെ, പക്ഷെ നടക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. എന്നും പറയാറുണ്ട്. നമ്മുടെ പ്ലാനിങ്ങിനൊക്കപ്പുറം അള്ളാഹുവിന്റെ ഡിവൈൻ ഡെസ്റ്റിനി, അള്ളാഹുവിന്റെ തഖ്ദീർ, അതാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ നമ്മൾ തൃപ്തിപ്പെടേണ്ടവരാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും
അള്ളാഹുവിൽ നിന്നാണ്. ആമന്ന വസല്ലംന റദീന വഅതഅന, പ്രസവനെ ഞങ്ങൾ തൃപ്തിപ്പെട്ടു അല്ലാഹുവേ, ഞങ്ങൾക്ക് പൊരുത്തമായി, ഞങ്ങൾക്ക് തൃപ്തിയായി, നിനക്കെന്ത് ഇഷ്ടമാണോ അത് ഞങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറയേണ്ട സത്യവിശ്വാസികളാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ മാരക രോഗങ്ങളോ ഒന്നും അള്ളാഹു വരുത്താതെ ജീവിക്കുന്ന കാലം അത്രയും പരിപൂർണ്ണ ആഫിയത്തും സലാമത്തും അള്ളാഹു നമുക്കെല്ലാവർക്കും, വിശിഷ്യ നമ്മുടെ ഉസ്താദ് അസീസ് ഉസ്താദ് അവറുകൾക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. സൽക്കർമ്മം ചെയ്യുകയും ഈമാനുണ്ടാവുകയും സൽക്കർമ്മം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്നാണ്. അത് ആലിമീങ്ങളുടെ, സത്യസന്ധരായ ഉഖ്റവിയായ ആലിമീങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. അവർക്ക് ബുദ്ധിക്കൊരു വിഷമമോ ശരീരത്തിന് അവശതകൾ ഉണ്ടെങ്കിൽ തന്നെയും അവരുടെ ചിന്തയും അവരുടെ വാക്കുകളും അവരുടെ അമലുകളും ഒക്കെ പരിപൂർണമായും അള്ളാഹുവിന്റെ തൃപ്തിയിൽ തന്നെ, മനുഷ്യർക്ക് പ്രയാസമൊന്നുമില്ലാത്ത രീതിയിൽ യാതൊരു മാറ്റങ്ങളുമില്ലാതെ അള്ളാഹു നിലനിർത്തുന്നത് വാർദ്ധക്യത്തിലും അള്ളാഹു സത്യവിശ്വാസികൾക്ക് ഈമാനും അമലു സ്വാലിഹാത്തുമുള്ളവർക്ക് അള്ളാഹു ബുദ്ധിമോശം സംഭവിക്കാതെ നിലനിർത്തുമെന്നാണ്. അള്ളാഹു അങ്ങനെ നമ്മളെല്ലാവരെയും, വിശേഷിച്ച് നമ്മളിൽ വളരെ കാരണവരായ നമ്മുടെ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, ആലിമീങ്ങളൊക്കെ അള്ളാഹു തആല എല്ലാവിധ മക്റൂഹിൽ നിന്ന്, സൂഇൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്തു മറിയമിലെ അവസാനത്തെ ചില ഭാഗങ്ങളാണ്. സൂറത്തു മറിയമിലെ അവസാന ഭാഗത്തെ ആയത്തുകളാണ് നമ്മൾ ഓതിയത്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വദ്ദാ. ഈമാനുണ്ടാവുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് കാരുണ്യവാനായ അള്ളാഹു അവന്റെ ബുദ്ധ്, അള്ളാഹുവിന്റെ സ്നേഹം നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മറിയമിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സയജ്അലു ലഹുമുർ റഹ്മാനു വദ്ദാ. കാരുണ്യവാനായ അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്ന ഒരവസ്ഥ. നമ്മളൊക്കെ എപ്പോഴെല്ലാം അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടോ അപ്പോഴൊക്കെ അള്ളാഹു നമ്മെ ഓർക്കുന്നുണ്ടെന്നാണ്. ദക്കറഹു ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി. അള്ളാഹുവിനെ നമ്മൾ ഒറ്റയ്ക്ക് ദിക്ർ ചൊല്ലിയാൽ അള്ളാഹു ഒറ്റയ്ക്ക് നമ്മെ സംബന്ധിച്ച് പറയുമെന്നാണ്. വഇൻ ദക്കറഹു ഫീ മലഇൻ, ഒരു കൂട്ടം ആളുകൾക്കിടയിൽ വെച്ച് നമ്മൾ അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ അള്ളാഹു തആല ദക്കറഹു ഫീ മലഇൻ ഖൈറിൻ മിൻഹും, നമ്മൾ പറയുന്ന ആ ആളുകളെക്കാളൊക്കെ ഖൈറായ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അള്ളാഹു തആല നമ്മെ സംബന്ധിച്ചും പറയുമെന്നാണ്. അള്ളാഹുവിന്റെ ആ ഒരു സ്നേഹം സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ഒരു പ്രതിഫലമാണ്. നമ്മൾ ജീവിക്കാൻ വന്നതിനാണ്. ലിനബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ആരാണ് നിങ്ങളിൽ ഏറ്റവും നന്മ ചെയ്യുന്നത് എന്നാണ് അള്ളാഹു നോക്കുന്നത്. ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് ആരൊക്കെയാണ്? ഇവിടെ ജീവിച്ചു വന്ന് കുറെ അടിച്ചുപൊളിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നവരുണ്ട്. കുറെ അടിച്ചുപൊളിച്ച് ജീവിച്ച് പിന്നെ അവസാനം വെച്ച് നന്നാവുന്നവരുണ്ട്. കുറെ നന്നായി ജീവിച്ച് പിന്നെ തലതിരിഞ്ഞ് മരിച്ചു പോകുന്നവരുണ്ട്. അങ്ങനെ ജീവിച്ചങ്ങ് മരിച്ചു പോവുക, യാതൊരു കഥയില്ല. എന്തിനായി വന്നത്, ഞാൻ എവിടെയാണ് ഈ വന്നത്, ഇതൊന്നും അറിയാതെ, അള്ളാഹുവെ പറ്റി ഒന്നും അറിയാതെ ജീവിച്ചു പോകുന്ന ആളുകളുണ്ട്. നമ്മൾ എവിടെയാണുള്ളത്? നമ്മൾ എവിടെയാണ്? അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഇഷ്ടപ്പെട്ടവരാണോ അല്ലയോ എന്നറിയാൻ അള്ളാഹുവിനെ സംബന്ധിച്ച് എത്രയാണ് നമ്മുടെ കൽബിൽ ബോധമുള്ളത് എന്നാലോചിച്ചാൽ മതി. അള്ളാഹുവിനെ പറ്റി എത്രയാണ് ബോധമുള്ളത്? അള്ളാഹു തആല അള്ളാഹുവിന്റെ സിഫാത്തുകളും അള്ളാഹുവിന്റെ അസ്മാഉകളും മനസ്സിലാക്കി, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹസ്ന വസിഫാത്തുൽ ഉല, അതൊക്കെ ബോധിച്ച് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന മുത്തഖീങ്ങളാക്കി അള്ളാഹു നമ്മളെ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ സുഹൃത്തുക്കള്, യുവതലമുറകളൊക്കെ അള്ളാഹു തആല മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നന്മക്ക് അള്ളാഹു ചെയ്യുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, സൂറത്തു മറിയമിലെ ഈ ആയത്താണ്. സയജ്അലു ലഹുമുർ റഹ്മാനു വദ്ദാ. അള്ളാഹുവിന്റെ സ്നേഹം, അവന്റെ കാരുണ്യം അവർക്ക് ലഭിക്കുമെന്നാണ്.
10-12 ഗുണങ്ങൾ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അമൂല്യ സ്വത്തുകളാണ്. മജ്ലിസുൽ ഇൽമിന്റെ ഒരു കൂലുണ്ട്. ഇൽമിന്റെ മജ്ലിസിലൊന്ന് ഇരിക്കുക. അപ്പോൾ ഇരിക്കുമ്പോഴാണ് മജ്ലിസ് എന്ന് പറയാം. ജലസ യജ്ലിസു, ഇരിക്കുമ്പോഴാണ് മജ്ലിസുൽ ഇൽമ എന്നാണ്, അല്ലെ, ഇരുന്ന് കേൾക്കണം എന്നാണ്. പിന്നെ ചില തിരക്കുള്ളവരുണ്ടാവും, കുറച്ച് കേട്ട് പോവുക, അല്ലെങ്കിൽ ആൾക്കൂട്ടത്ത് വന്ന് ഇരുന്നാൽ ചിലപ്പോൾ മടിയുള്ളവരുണ്ടാവും. ഞാൻ ഇവിടെ പോയിരുന്ന മറ്റൊരു, ഞാൻ പാർട്ടി വേറെല്ല, ഒരു തെറ്റിദ്ധരിക്കൂല, അങ്ങനെ വരുന്നവരുണ്ടാവും. ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നു പോകണം. പല ആൾക്കാരുണ്ടാവും. നമുക്ക് അങ്ങനെ നിർബന്ധിച്ചുകൂടാന്നാണ് എന്റെ അഭിപ്രായം. വളർത്തുമരൊക്കെ നിൽക്കുന്നവരെ നിന്നോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കാറുള്ളത്. എവിടെങ്കിലായിട്ട് കേട്ടുപോയാൽ മതി, കേട്ടോട്ടെ. പക്ഷെ സദസ്സിലിരിക്കുന്നവർക്ക് നമ്മുടെ ദുആഇന്റെ ഒക്കെ ആ ഒരു പുണ്യം ലഭിക്കുള്ളൂ എന്നാണ്. ഹുമുൽ ഖൗമു ലാ യശ്ഖാ ജലീസുഹും, കൂടെ ഇരുന്നാൽ നഷ്ടപ്പെടാത്തവർ അങ്ങനത്തവരാ. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈർ. നന്മ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന വലിയ സൗഭാഗ്യങ്ങൾ. നമ്മൾ പറയും തിന്മ ചെയ്യരുത്, അല്ലെങ്കിൽ തോന്നിവാസങ്ങൾ ചെയ്യാൻ പാടില്ല, നന്മകൾ ചെയ്യണം. എന്തപ്പോ ഇതുകൊണ്ട് കാര്യം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. കള്ളുപിടിക്കാൻ നമ്മൾ കള്ളുപിടിക്കുന്നില്ല, കണ്ണ് സൂക്ഷിക്കണം, കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കുന്നില്ല, പലിശ ഇടപാട് നമുക്ക് പറ്റൂലേ, ഞാൻ അതിന് പോണില്ല, വ്യഭിചരിക്കാൻ ഞാൻ ആ വഴിക്കേയില്ല, ഗീബത്തും നമീമത്തും ഞാനത് പറയല്ല. ഇതൊക്കെ ശരീരത്തിന് ഇഷ്ടമുള്ള സംഗതിയാണ്, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ കുറെ നിയമങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ ഒരു ഭാരം തോന്നുന്ന, നിയമങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ ഭാരമാണ്. നമ്മളിപ്പോ ഇവിടെ ഇരിക്കണത്, ഈ ചെയറിൽ ഇരിക്കണേ, നിങ്ങൾ വേണമെങ്കിൽ കിടക്കേ, ഉരുണ്ട് കളിക്കേ, എന്താ വേണ്ട ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഒരു റാഹത്ത് ഇപ്പൊ ഈ ഇരുത്തത്തിൽ ഉണ്ടാവില്ല, അല്ലെ? ഒരു ക്ലാസ് റൂമിൽ അങ്ങനെയാണ്, ഒരു വാഹനത്തിലിരിക്കുമ്പോൾ അങ്ങനെയാണ്. ഒരു നിയമം ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം തോന്നും. റോഡിൽ വാഹനം ഓടിക്കുമ്പോ കറക്റ്റ് ലൈസൻസ് ഒക്കെ ഇട്ട്, ലൈസൻസ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചവരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോ അതൊക്കെ എന്ത് ചെയ്യാ, നിയമങ്ങൾ പാലിച്ച് നമ്മൾ പോകുമ്പോ അതിലൊരു വിഷമം, ഒരു മനസ്സിനൊരു എടുക്കം തോന്നുന്ന നിയമങ്ങൾ അങ്ങനെയാണ്. അള്ളാഹു അങ്ങോട്ട് നോക്ക്, ഇഫ്അൽ ലാ തഫ്അൽ, ഇത് അള്ളാഹുവിന്റെ കിതാബിന്റെ ഒരു അത്ഭുതമാണ്. ഇഫ്അൽ ലാ തഫ്അൽ, ചെയ്യുക ചെയ്യാതിരിക്കുക, ഈ നിയമങ്ങൾ ഖുർആനിൽ എമ്പാടും കാണും. അപ്പൊ അത് മനുഷ്യ ഹൃദയങ്ങൾക്ക് ഭാരമുള്ളത് കൊണ്ടാണ് ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആരംഭിക്കാൻ കാരണം. കാരണം നിയമങ്ങൾ പറയുമ്പോൾ ഒരു വിഷമം, ഭാരം തോന്നും. നീ വിഷമിക്കണ്ടേ, ഇത് റഹ്മാനും റഹീമുമായ അള്ളാഹുവാണ് ഈ പറയണത്, നിന്റെ നന്മക്കാണ് കേട്ടോ, നിന്നോട് ഏറ്റവും സ്നേഹമുള്ള ആളാണ് അള്ളാഹു, നിന്നോട് ഇത്രമേൽ കരുണയുള്ള വേറെ ആരുമില്ല, അതുകൊണ്ട് നീ കേട്ടേക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ആരംഭിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ റഹ്മാൻ റഹീം എന്ന മനസ്സിന് സമാധാനം കിട്ടാനാണ്. ഞാൻ ഇനി പറയണത് കണ്ടുപിടിക്കരുതെന്നാണ്, തോന്നിവാസം ചെയ്യരുതെന്നാണ്. അപ്പൊ ഒരു വിഷമം തോന്നുന്നുണ്ട്. സംസ്കരിക്കണം എന്ന് പറയുന്നുണ്ട്, നന്മ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നിയമങ്ങൾ മനുഷ്യർക്ക് പൊതുവെ ഭാരമാണെന്നാണ്, അനാർക്കിയാണ് മനുഷ്യർ ഇഷ്ടപ്പെടുക എന്നാണ്. തോന്നിയ പോലെ ജീവിച്ചേക്കാന്ന് പറഞ്ഞാൽ അതാണ് ഭയങ്കര ഇഷ്ടമുള്ള. പക്ഷെ അത് നടക്കൂലല്ലോ, അത് പാടില്ലത്. അള്ളാഹുവിന്റെ ലോകമാണ്, നിയമം അള്ളാഹുവിന്റേതാണ്. നമ്മൾ ഇവിടുത്തെ അള്ളാഹുവിന്റെ അടിമകളാണ്. ഉടമസ്ഥൻ പറഞ്ഞതുപോലെ ജീവിക്കാൻ പറ്റും. ഇങ്ങനെ അള്ളാഹു നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞതിൽ നമുക്ക് ലഭിക്കുന്ന മെച്ചമെന്താണ്? അങ്ങനെ ഒരു 10-12ഓളം നന്മകളെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് സമയം വൈകില്ലെങ്കിൽ ഒരു 10:45 എനിക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 1.25 മണിക്കൂറാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, അസ്സകീനത്തു ഇൻദൽ ബലാ. അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് എന്ത് വിഷമം വന്നാലും സമാധാനം ഉണ്ടാവും. നിസ്കാരവും നോമ്പും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയാൽ ഒരു വിഷമം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണ്ട. നല്ല വിഷമം ചിലപ്പോൾ ഉണ്ടായത് വരും. അള്ളാഹു പറഞ്ഞ പോലെ ജീവിച്ചിട്ട് ഒരു അസുഖം പിന്നെ വരൂലെന്ന, ഞാൻ നിസ്കാരമൊക്കെ തുടങ്ങട്ടെ, ഹദ്ദാദ് റാത്തിബൊക്കെ ചൊല്ലട്ടെ, പിന്നെ ദിക്റുകളും ഔറാദും സ്വലാത്തൊക്കെ പതിവാക്കട്ടെ, എന്നാ പിന്നെ എനിക്ക് ക്യാൻസർ ഒന്നും വരൂല, അങ്ങനെ വിചാരിക്കണ്ട. അത് സ്ഥിരം ചെയ്യുന്നവർക്കും ചിലപ്പോൾ അള്ളാഹു പരീക്ഷണം കൊടുത്തേക്കും. പക്ഷെ വ്യത്യാസം എന്താണെന്നറിയോ? ഏത് പരീക്ഷണം വന്നാലും അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുന്നവനത് ഭാരം ഉണ്ടാവില്ല. അതാണ് വ്യത്യാസം, സമാധാനം ഉണ്ടാവും. ولست أبالي حين أقتل مسلما على أي جنب كان لله مصرعي وذلك في ذات الإله وإن يشاء يبارك على أوصال سلب ممزع. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് ആ പാട്ട് പാടിയത്. അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ജീവനെടുക്കാൻ കൊണ്ടുപോകുമ്പോ
വധിച്ചു കളയുന്നാ പറയുന്നത്. വധിച്ചു കളയുന്നു, അന്നത്തെ ഗർവാപ്പസിയാണത്. വധിച്ചു കളയുന്നാണ് പറഞ്ഞത്. മുസ്ലിമായിട്ടാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എന്റെ മരണം എനിക്ക് പ്രശ്നമല്ല. ഞാൻ എന്റെ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വീണാലും അള്ളാഹുവിനുള്ള വീഴ്ചയല്ലേ, എനിക്കതിന് പേടിയില്ല. എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ സമയം തരോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എനിക്ക് നിസ്കരിക്കാൻ സമയം തരണം. 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ലൗലാ അന്നകും തളന്നൂന ബി, നിങ്ങൾക്ക് തോന്നിയേക്കും ഹുബൈബിന് മരിക്കാൻ പേടിയാണെന്ന്, അതുകൊണ്ടാണ് നിസ്കാരം ഇങ്ങനെ നീട്ടുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ നിസ്കാരം ഒരുപാട് നീട്ടിക്കൊണ്ടുപോയേനെ. ഞാൻ ഈ 2 റക്അത്ത് പെട്ടെന്ന് അവസാനിപ്പിച്ചത് എനിക്ക് മരിക്കാൻ പേടിയില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ്. വദാലിക ഫീ ദാത്തിൽ ഇലാഹി വഇൻ യശാ യുബാരിക അലാ ഔസാലി ശിൽബിൻ മുമസ്സഈ. അള്ളാഹുവിന്റെ വഴിയിലാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നതെങ്കിൽ എന്റെ ശരീരത്തിന്റെ മുറിഞ്ഞു പോകുന്ന ഓരോ കഷ്ണങ്ങൾക്കും ബർക്കത്ത് ചെയ്യാൻ അള്ളാഹുവിന് കഴിയുമല്ലോ, അതുകൊണ്ട് എനിക്ക് പ്രശ്നമല്ല. ആ മഹാനുഭാവന്റെ മുമ്പിലാണ് ഉറുമാമ്പഴത്തോളം വലുപ്പമുള്ള മുന്തിരിയുടെ കുലകൾ കാണപ്പെടുമായിരുന്നു. മക്കയിലെന്നും അന്ന് മുന്തിരിവള്ളികളില്ല. മുന്തിരി കിട്ടാത്ത കാലത്ത് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ പിടിച്ചാക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ ഞങ്ങൾ മുന്തിരി കണ്ടിട്ടുണ്ടെന്ന് മക്കക്കാര് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നൽകുന്ന അത്ഭുതമാണ്. എത്ര പ്രയാസം വന്നാലും അടിതെറ്റൂല, പതറൂല. അതാണ് അത്ഭുതം. ഇത് അല്ലാഹുവിൽ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന വലിയൊരു സൗഭാഗ്യമാണ്. സ്വഹാബത്തിന്റെ ചരിത്രം നോക്കിയാൽ ഭയങ്കരമാണ്. താബിഈങ്ങളുടേത് മഹത്തുക്കളുടേതൊക്കെ നമുക്കിതിങ്ങനെ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാണ്, കുലുങ്ങൂല, പ്രശ്നമല്ല, ആരെന്ത് ചെയ്താലും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ ഹുദാഫത്ത് അസ്സഹ്മി റളിയല്ലാഹു അൻഹുവിനെ അവരുടെ നെറ്റി ചുംബിച്ചുകൊണ്ടാണ് ഉമർ ഫാറൂഖ് എന്നവർ പറഞ്ഞത്, ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമായ മനുഷ്യനും നിർബന്ധമാണ് അയ്യുഖബ്ബില വജ്ഹ അബ്ദുല്ലാഹി ഇബ്നുൽ ഹുദാഫത്ത് അസ്സഹ്മിയുടെ നെറ്റി ചുംബിക്കൽ മുസ്ലിമിന് നിർബന്ധമാണെന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മഹാനായ സ്വഹാബി റോമക്കാരി പിടിച്ചു വെച്ചതാണ്. തിളച്ചുമറിയുന്ന ഓയില്, വെളിച്ചെണ്ണ കണ്ടിട്ട് രാജാവ് പറഞ്ഞു, മുസ്ലിമീങ്ങളായ ആളുകൾ, അദ്ദേഹത്തിന് അറിയാം മുസ്ലിമീങ്ങൾ വല്ലാതെ ശക്തമായി ഈമാനുള്ളവരാണെന്നാണ്. തൗഹീദ് കി അമാനത് സീനോ മേ ഹേ ഹമാരെ, ആസാൻ നഹീ മിട്ടാനാ നാമോ നിശാൻ ഹമാരാ. തൗഹീദ് കി അമാനത് സീനോ മേ ഹേ ഹമാരെ, ആസാൻ നഹീ മിട്ടാനാ നാമോ നിശാൻ ഹമാരാ. തൗഹീദിന്റെ വെളിച്ചം, തൗഹീദിന്റെ സത്ത ഞങ്ങളുടെ കൽബിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. ഒരാൾക്കും അത് മാറ്റാൻ കഴിയുകയില്ല, ഒരാൾക്കും അത് എടുത്തു മാറ്റാൻ കഴിയുകയില്ല. തൗഹീദ് ഉറച്ചിരിക്കുകയാണ് മുസ്ലിമിന്റെ ഹൃദയത്തിൽ. ഇതന്നത്തെ ശത്രുക്കൾക്കറിയാം. അതുകൊണ്ടാണ് റോമക്കാരനായ ഭരണാധികാരി മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ടുവന്ന്, എത്രത്തോളമുണ്ട് ഈ ഈമാനിന്റെ ആഴമെന്നറിയാൻ. അബ്ദുല്ലാഹ് ഇല്ലം തതനസ്വർ, നിങ്ങൾ ക്രിസ്ത്യാനിയായില്ലെങ്കിൽ ഈ വെളിച്ചെണ്ണയിൽ നിങ്ങളെ ഞാൻ വലിച്ചെറിയും. ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കൂടെ വന്ന 2 സ്വഹാബിമാരെ തിളച്ചുമറിയുന്ന വെള്ളത്തിലേക്ക്, വെള്ളമല്ല വെളിച്ചെണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞ് വെന്തു നീറുന്ന കാഴ്ച കണ്ട് കരഞ്ഞു പോയിട്ടുണ്ട് അബ്ദുല്ലാഹി ഇബ്നുൽ ഹുദാഫത്ത് അസ്സഹ്മി റളിയല്ലാഹു അൻഹു. നിന്നെ ഇതുപോലെ ചെയ്യുന്ന പറഞ്ഞു. കുഴപ്പമില്ല. രാജാവ് ചോദിച്ചു, അബ്ദുല്ലാ, നിനക്ക് ചിന്തിക്കാൻ സമയമുണ്ട്, ഒന്ന് ആലോചിച്ചു നോക്കിക്കോ, എനിക്കത് പ്രശ്നമല്ല. എന്നാൽ പിന്നെ അബ്ദുള്ളയും കൊണ്ടുപോയി ഇതുപോലെ നിങ്ങൾ ചെയ്യണം. തിളച്ചുമറിയുന്ന വെളിച്ചെണ്ണയിലേക്ക് ജീവനോടെ വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നത് ചരിത്രത്തിൽ നടന്ന പച്ചയായ യാഥാർത്ഥ്യമാണ്. ഫിക്ഷനുകളല്ല, കഥകളല്ല നമ്മൾ ഈ പറയുന്നത്. ആ നേരത്ത് ഒരൽപ്പം സങ്കടത്തോടെ കരഞ്ഞ കണ്ണുനീര് കണ്ടപ്പോഴാണ് ആളുകൾ പറഞ്ഞത്, രാജാവേ, അബ്ദുള്ളാക്ക് മനം മാറ്റം വന്നു എന്ന് തോന്നുന്നുണ്ട്, കരയാൻ തുടങ്ങിയിട്ടുണ്ട്.
വിളിച്ചുകൊണ്ടെന്ന് ചോദിച്ചു, അബ്ദുള്ള, എന്താണ് ഈ കരച്ചില്? എന്തിനാണ് ഈ കരച്ചിൽ? എന്തിനാണ് കണ്ണുനീര്? പറഞ്ഞു, ഞാൻ കരയുന്നത് മറ്റൊന്നുമല്ല, അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ ഒരു ശരീരമല്ലേ എന്റെ കയ്യിലുള്ളൂ, ഒന്നല്ലേ ഉള്ളൂ. ഞാൻ എന്ന ഈ ഒരൊറ്റ ശരീരം ഈ തീയിലേക്ക് എറിയപ്പെട്ട് ഷഹീദാവുകയാണെങ്കിൽ ഒരു ശരീരമല്ലേ എനിക്കുള്ളൂ. ഞാൻ കൊതിച്ചു പോവുകയാണ്. എന്റെ ശരീരത്തിലുള്ള രോമങ്ങളുടെ എണ്ണങ്ങൾക്കനുസരിച്ച് എനിക്ക് ശരീരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മുഴുവൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ ഒരുക്കമായിരുന്നേനെ. അത് നൽകാൻ എന്നെ കൊണ്ട് സാധിക്കില്ലല്ലോ, ഒന്നല്ലേ എന്റെ കൂടെയുള്ളൂ. അതോർത്ത് ഞാൻ കരയുകയാണ്. തങ്ങൾ കേട്ടപ്പോഴാണ് തരിച്ചുപോയത്. ഇങ്ങനെയുമുണ്ടോ മുസ്ലിമീങ്ങൾ? ഇങ്ങനത്തെ ഈമാനോ? അബ്ദുല്ലാ, എനിക്ക് നിങ്ങളോട് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. നിങ്ങളെപ്പോലെയുള്ള ബുദ്ധിയുള്ള ഒരാളെ ശിക്ഷിക്കാൻ എനിക്ക് നാണം തോന്നുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്കെന്റെ നെറ്റിത്തടം ചുംബിക്കാമോ? ഞാൻ വിട്ടുതരാൻ, നിന്നെ വെറുതെ വിടാം. പറഞ്ഞു, റോമക്കാരനായ രാജാവേ, എന്റെ കൂടെ വന്ന 100 കണക്കിന് സ്വഹാബികളെ നിങ്ങൾ വിട്ടുതരികയാണെങ്കിൽ ഞാൻ ഈ പണി ചെയ്യാം. നിങ്ങളുടെ നെറ്റി ഞാൻ ചുംബിക്കുന്നത് കീടങ്ങളാണ് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാനത് ചെയ്യാൻ ഒരുക്കമാണ്. എന്റെ കൂടെ വന്ന 100-ലേറെ 300-ലേറെ വരുന്ന സ്വഹാബികളെ നിങ്ങൾ വിട്ടയക്കുമെങ്കിൽ ഞാനത് ചെയ്യാം, വിട്ടയച്ചു തരാം. അങ്ങനെ തന്റെ കൂട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി രാജാവിന്റെ നെറ്റി ചുംബിച്ചു വന്നപ്പോഴാണ് മഹാനായ ഫാറൂഖ് ഹാദിഹിൽ ഉമ്മ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ, മദീനയിലെ ഓരോ മുസ്ലിമും അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്ത് സഹമിയുടെ നെറ്റി വന്ന് ചുംബിക്കണേ. അത്രയും വലിയ ഈമാനിന്റെ പ്രഭ പരത്തിയ മഹാൻ. എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും അടിപതറാത്തയുള്ള ഈ നൃത്തം അള്ളാഹു നന്മ ചെയ്തവർക്ക് കൊടുക്കുന്ന വലിയൊരു സൗഭാഗ്യമാണ്. അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. രണ്ടാമത്തേത് ഹബ്ബുന്നാസ്. നമുക്കൊരു 12ഓളം വിഷയങ്ങൾ പറയാനുണ്ട്. 2 ഹബ്ബുന്നാസ്, ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ജനങ്ങളുടെ മനസ്സിൽ അല്ലാഹു ഹബ്ബ് തോന്നിപ്പിക്കുന്നത് അല്ലാഹു നന്മ ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി സയജ്അലു ലഹുമുർ റഹ്മാനു വദ്ദാ ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീൻ وتنذر به قوما لدا. ഹബ്ബുന്നാസ്, ജനങ്ങളെ സ്നേഹിക്കുന്ന അവസ്ഥ വരും. നബിതങ്ങൾ പറയുമായിരുന്നു, സാദിഖും മസ്ദൂഖുമായ ഹബീബ് പറയുമായിരുന്നു, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ, അല്ലാഹു ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നാദാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കും. ജിബ്രീലേ, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു, അല്ലാഹുവിന് ഒരാളെ ഇഷ്ടമുണ്ട് ജിബ്രീലേ, നിങ്ങൾ അവരെ ഇഷ്ടപ്പെടണമെന്ന് അല്ലാഹു വിളിച്ചു പറയും. ഫയുഹിബ്ബുഹു ജിബ്രീൽ അലൈഹിസ്സലാം അയാളെ ഇഷ്ടപ്പെടും. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയും, മലക്കുകളുടെ ലോകത്ത് മലക്കുകളെ, അല്ലാഹുവിന് ഒരാളെ ഇഷ്ടമുണ്ട്, അയാളെ ജിബ്രീലിനും ഇഷ്ടമാണ്. നിങ്ങൾ അയാളെ സ്നേഹിക്കണമേ എന്ന് പറയുമ്പോൾ മലക്കുകൾ മുഴുവനും അയാളെ ഇഷ്ടപ്പെടും. ഭൂമിയിൽ ഒരംഗീകാരം അല്ലാഹു അയാൾക്ക് ഇറക്കി കൊടുക്കുകയും ചെയ്യും. ഇത് അല്ലാഹു നന്മ ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ്. ഒരു മനുഷ്യനോട് അല്ലാഹുവിന് ദേഷ്യമാണെങ്കിൽ ഇതേപോലെ അല്ലാഹു പറയും, ജിബ്രീലേ, ജിബ്രീലേ, എനിക്കൊരാളോട് ദേഷ്യമുണ്ട്, നിങ്ങളും അയാളെ ദേഷ്യപ്പെട്ടേക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയും, ആകാശലോകത്തെ മലക്കുകളെ, അല്ലാഹുവിന് ഒരാളെ വെറുപ്പാണ്, നിങ്ങൾ അയാളെ വെറുക്കണമേ. അല്ലാഹുവിന്റെ സജ്ജനങ്ങളായ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ ആ മനുഷ്യനോട് ദേഷ്യം തോന്നുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതിന്റെ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സംഭവം മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അബുൽ
അബൂൽ അസ്വദ് ദുഅലി റളിയല്ലാഹു അൻഹു ഞാൻ ഉമർ തങ്ങളുടെ സദസ്സിലേക്ക് മദീനയിൽ ചെന്നപ്പോ അന്നവിടെ ഒരു ജനാസ കടന്നു പോകുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഫറസനു അലൈഹി ജനങ്ങളൊക്കെ അയാളെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞു, നല്ല മനുഷ്യനായിരുന്നു, നല്ല ആളായിരുന്നു. ഇത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വജബത്, നിർബന്ധമായിരിക്കുന്നു. മഹാനായ അബൂൽ അസ്വദ് ദുഅലി തങ്ങൾ ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്താണ് വജബത്ത് എന്ന് പറയാൻ കാരണം? പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നൊരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഹബീബിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു ജനാസ ഇങ്ങനെ കടന്നു പോകുന്നു. ആളുകളൊക്കെ പറഞ്ഞു, നല്ല ആളായിരുന്നു നബിയെ, നല്ല മനുഷ്യനായിരുന്നു, ഒരുപാട് നന്മ ചെയ്ത ആളാണ്, വളരെ വേണ്ടപ്പെട്ട ആളാണ്, അല്ലാഹു കൊണ്ടുപോയില്ലേ? വജബത്ത് എന്ന് നബി പറഞ്ഞു, നിർബന്ധമായിരിക്കുന്നു. വേറെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ മറ്റൊരാളുടെ ജനാസ പോകുന്നു. ആളുകളൊക്കെ പറഞ്ഞു, നബിയെ, മോശക്കാരനായിരുന്നു, വല്ലാതെ ബുദ്ധിമുട്ടാക്കിയ ആളാണ്, ആളുകളെ ബുദ്ധിമുട്ടിച്ച ആളാണ്. വജബത്ത്, നിർബന്ധമായിരിക്കുന്നു. വമാ വജബത്ത് യാ റസൂലല്ലാഹ്, പുന്നാര നബിയെ, എന്താണ് നിർബന്ധമായത്? എന്താണ് നിർബന്ധമായത്? തങ്ങൾ പറഞ്ഞു, ആദ്യ മനുഷ്യൻ പോയപ്പോ നിങ്ങളൊക്കെ പോയിട്ടില്ലേ? നിങ്ങൾ അയാളെ പറ്റി നന്മ പറഞ്ഞില്ലേ? ഫവജബത് ലഹുൽ ജന്നഹ്, അതുകൊണ്ട് അയാൾക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു. രണ്ടാമത്തെ ആളെ പറ്റി നിങ്ങൾ മോശപ്പെട്ടത് പറഞ്ഞില്ലേ? അയാളെ മോശക്കാരനായിരുന്നു പറഞ്ഞില്ലേ? ഫവജബത് ലഹുൻ നാർ, അയാൾക്ക് നരകവും നിർബന്ധമായിരിക്കുന്നു. അൻതും ശുഹദാഉല്ലാഹി അലാ ഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് സാക്ഷി പറയുന്നവരാണ് നിങ്ങൾ. നിങ്ങളിൽ ബഹുഭൂരിപക്ഷം ഒരാളെ പറ്റി നന്മ പറഞ്ഞാൽ അയാൾ നല്ല ആളാണ്. നിങ്ങളിൽ ബഹുഭൂരിപക്ഷം സവാദുൽ അഅലം, ഈ ഉമ്മത്തിന്റെ ബഹുഭൂരിപക്ഷം ഒരാളെ പറ്റി മോശക്കാരനാണെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അല്ലാഹുവിനടുത്ത് മോശപ്പെട്ട ആളാണ്. നിങ്ങൾ സാക്ഷി പറയുന്നവരാണ്. നിങ്ങൾ ഈ സമൂഹത്തിന് സാക്ഷി പറയേണ്ടവരാണ്. നിങ്ങളുടെ സാക്ഷിത്വം അല്ലാഹുവിനടുത്ത് ശരിയാണ്. നിങ്ങൾ നന്മ പറഞ്ഞാൽ അല്ലാഹുവിനടുത്ത് നന്മയാണ്. നിങ്ങൾ ഒരാളെ പറ്റി മോശം പറഞ്ഞാൽ അല്ലാഹുവിനടുത്ത് മോശക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ഒരാളെ പറ്റി സ്നേഹം ഇറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ മനുഷ്യൻ ചെയ്ത നന്മക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലമാണത്. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടണം. അല്ലാഹു നമ്മൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മെപ്പറ്റി നല്ലത് പറയപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹലാവത്തുൽ ത്വാഅത്ത്, ഇബാദത്തിന് മധുരം ലഭിക്കും. ഇബാദത്തിന് മധുരം ലഭിക്കും. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം വന്നാൽ, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അല്ലാഹുവിനോടുള്ള കടപ്പാടുകൾ നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ മൂന്നാമത് ലഭിക്കുന്ന വലിയ അല്ലാഹു നൽകുന്ന സമ്മാനം ഹലാവത്തുൽ ത്വാഅത്ത്, ഇബാദത്തിന്റെ ഒരു മധുരം ഉണ്ടാകും. നിസ്കരിക്കുമ്പോൾ ഒരു രസം തോന്നും. നോമ്പ് നോൽക്കാൻ എന്തെന്നില്ലാത്തൊരു ആവേശം. റജബ് വന്നു, റബ്ബേന് ശഅബാനും കഴിഞ്ഞ റമദാൻ എന്താ വരാത്തത് എന്നിങ്ങനെ, പടച്ചോനെ റമദാൻ വരുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കും അല്ലാത്തവൻ. റബ്ബേ റമദാൻ എന്താ എത്തിച്ചേരാത്തത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമദാൻ, അല്ലാഹുമ്മ സല്ലിംനാ ഇലാ റമദാൻ വസല്ലിം റമദാന ലനാ. പടച്ചവനെ, റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണമേ, റമദാനെ ഞങ്ങളിലേക്ക് കൂട്ടിത്തരയണമേ. മുൻഗാമികള് റമദാൻ വരുന്നതിന്റെ 6 മാസം മുമ്പ് ദുആ ചെയ്യുമെന്നാണ്. റമദാൻ വരാൻ 6 മാസം ബാക്കി നിൽക്കെ പറയും, റബ്ബേ റമദാന് തരണേ, റമദാൻ തരണേ, ഈ വർഷം കൂടെ തരണേ. റമദാൻ കഴിഞ്ഞ് പിന്നെ ഒരു 6 മാസം പറയും, റബ്ബേ ആ കഴിഞ്ഞു പോയ റമദാൻ ഞങ്ങളിന്ന് സ്വീകരിക്കണമേ, ഞങ്ങളാ നോറ്റ് നോമ്പ് സ്വീകരിക്കണം റബ്ബേ, നോമ്പ് തുറപ്പിച്ചത് സ്വീകരിക്കണേ, ആ അത്താഴം സ്വീകരിക്കണേ, ഞങ്ങളുടെ തറാവീഹ് സ്വീകരിക്കണേ, ഞങ്ങളുടെ ഫിത്ർ സക്കാത്ത് സ്വീകരിക്കണേ, ഞങ്ങളുടെ ഖിയാമുൽ ലൈൽ സ്വീകരിക്കണേ, ഞങ്ങൾ ആ ഖതം തീർത്തത് സ്വീകരിക്കണമേ എന്ന് റമദാൻ കഴിഞ്ഞ 6 മാസം കഴിഞ്ഞ റമദാൻ സ്വീകരിക്കാനും റമദാൻ വരുന്നതിന്റെ മുമ്പത്തെ 6 മാസം ആ ഒരു റമദാൻ ഞങ്ങൾക്ക് ഇനിയും തരയണമേ എന്നും ചോദിക്കുമായിരുന്നു നമ്മുടെ മുൻഗാമികൾ. ഇതിനർത്ഥം എന്തേ കാരണം? ഹലാവത്തുൽ ത്വാഅത്ത്, ആ ഇബാദത്തിനൊരു മധുരമുണ്ട്. ആ മധുരം മനസ്സിൽ കയറിയിരിക്കുകയാണ്. നബി തങ്ങൾ പറയുമായിരുന്നു, ഖുദ്സിയായ ഹദീസ്, അല്ലാഹു പറയുന്നു, യബ്ന ആദം, ആദമിന്റെ സന്തതിയെ, തഫറഗ് ലിഇബാദതി, നിന്റെ മനസ്സിൽ എനിക്ക് വേണ്ടി ഇബാദത്തിന് ഒരുങ്ങിക്കോ. അംല സദറക ഗിനൻ വഅസുദ് ഫഖറക, നിന്റെ ഖൽബിന്റെ ഉള്ളിൽ ഞാൻ ഐശ്വര്യം തരാം, നിന്റെ ദാരിദ്ര്യം ഞാൻ ഇല്ലാതെയാക്കി തരാം. എന്തേ വേണ്ടെന്നറിയോ?
നിസ്കരിക്കുമ്പോൾ പഠിച്ചാൽ മംഗലാപുരത്ത് പോകണ്ടേ, കാസർഗോഡ് പോകണ്ടേ, ഇവിടെ പോകണ്ടേ, അവിടെ പോകണ്ടേ, അത് ചെയ്യണ്ടേ, ഇത് ചെയ്യണ്ടേ, ആ പൈസ കിട്ടിയിട്ടില്ലല്ലോ, ഈ കടം. നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് പൈസനെ പറ്റിയൊക്കെ ഓർമ്മ വരിക. മറന്നുപോയത് ഓർമ്മ വരും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അല്ലെ. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് ഒരാൾ കൂട്ടുകാരനോട് ചോദിച്ചാൽ, ഞാൻ എന്റെ കാര്യപ്പെട്ട പൈസ എവിടെ കുഴിച്ചിട്ടുണ്ട്, എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു തരണം. ഇപ്പൊ എന്ത് ചെയ്യാ? അന്നൊന്നും ബാങ്കില്ലല്ലോ. എവിടെയോ എല്ലാം മരത്തിന്റെ ഒക്കെ തണല് അസർ നേരത്തെ എവിടെയാണ് എന്റെ അവിടെ എന്നൊക്കെ അങ്ങനെയൊക്കെ എഴുതി വെക്കുവര്. ഇത് എവിടെ കുഴിച്ചിട്ടൊന്നും ഒരു അഡ്രസ്സും ഇല്ല. ഒരാൾ പറഞ്ഞു, പിന്നെ ഒരാളുണ്ട്, അവരോട് ചെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം കിട്ടും. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഹനഫി മദ്ഹബിന്റെ ഇമാം, അവിടെ പോയിട്ട് ചോദിക്കുക, അവിടെ ചെന്നിട്ട് പറയും വിഷയം, പരിഹാരം ഉണ്ടാവെന്ന് പറഞ്ഞു. ഇമാം അബൂ ഹനീഫ കൂട്ടുകാരൻ വേറെ ചോദിച്ചു, നീ എന്താ ഇങ്ങനെ പറയാൻ കാരണം? എനിക്ക് വേറൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്റെ പെണ്ണുങ്ങളെ കോണിക്കയറിങ്ങനെ പോകുന്ന സമയത്ത് എന്റെ പെണ്ണുങ്ങളോട് ഞാൻ പറഞ്ഞു, അഞ്ച് തോലക്കൊന്ന് ഇന്നസൽത്തി അം സാഴ്ത്തി, ഈ താഴത്തേക്ക് ഇറങ്ങിയാലും എന്റെ തൊലാക്ക് സംഭവിക്കും, മേലേക്ക് ഒരു ചവിട്ട് വെച്ചാലും എന്റെ തൊലാക്ക് സംഭവിക്കും. എന്റെ പെണ്ണ് അവിടെ നിന്നിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പൊ കുടുങ്ങിയല്ലോ, ഇനി എന്താ ഇപ്പൊ ചെയ്യാം? ഞാനങ്ങ് പറയാൻ പറഞ്ഞും ചെയ്തു. കാരണം സലാസൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസ്ലുഹുന്ന ജിദ്ദുൻ എന്നാണ്. 3 വിഷയം തമാശയും കാര്യമാണ്, കാര്യവും കാര്യമാണെന്ന്. അങ്ങനത്തെ 3 വിഷയം. തമാശ പറഞ്ഞാലും കാര്യമാണ്. അന്നിക്കാഹു വത്വലാഖു അർറജ്അ, നിക്കാഹ് ചെയ്യലും അതുപോലെ തന്നെ ത്വലാഖ് ചൊല്ലലും തിരിച്ചെടുക്കലും. ഇത് തമാശ പറഞ്ഞാലും കാര്യമാണ്, കാര്യം പറഞ്ഞാലും കാര്യമാണെന്ന്. പെണ്ണവിടെ നിന്നു. പടച്ചോനെ, ഞാൻ കുടുങ്ങിയല്ലോ, ഞാൻ ഓടിപ്പോയി അബൂ ഹനീഫ തങ്ങളുടെ അടുത്തേക്ക്. ഇമാമെ ഇങ്ങനെ കുടുങ്ങിപ്പോയിട്ടുണ്ട്, എന്താണ് പരിഹാരം, ഒരു മഖ്റജ് എന്താ? പറഞ്ഞു, നീ അവൾക്ക് വീഴാൻ പറ്റിയ സാഹചര്യം, താഴെ കുറച്ച് വിരിപ്പ് തുണിയെ കൊണ്ട് വീണ മുറിയാവാത്ത രീതിയിൽ അവളോടങ്ങോട്ട് വീഴാൻ പറയും. അവളിറങ്ങിയാലല്ലേ തൊലാക്ക് പോവുള്ളൂ, അവളിറങ്ങണ്ട, അവളങ്ങ് വീണോട്ടെ, അവളങ്ങ് വീണുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. എന്റെ ഭാര്യയെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇമാമിനോട് പറഞ്ഞാൽ നിനക്കും പരിഹാരം ഉണ്ടാകും. ഇമാം അവരോട് പറഞ്ഞു, എന്റെ പൈസ പോയതപ്പോ ഞങ്ങൾ ഫഖഹാക്ക് ഡീൽ ചെയ്യേണ്ട വിഷയമല്ല, ഫഖഹാ പറയേണ്ട ഒരു മസലയല്ല നിന്റെ പൈസ എവിടെയുള്ളതെന്ന് കാണിച്ചു തരുന്നത്. ഏതായാലും സല്ലല്ലാഹി റക്അഅതൈനി ഫീ ജൗഫിൽ ലൈൽ, ആ പാതിരാത്രി 2 റക്അത്ത് നിസ്കരിക്കുക, അല്ലാഹുവിന് വേണ്ടി പരിഹാരം ഉണ്ടാവുമെന്ന് പറഞ്ഞു. നിസ്കാരത്തിലേക്ക് കൈ കെട്ടി 2 മിനിറ്റ് ആയിട്ടില്ല, ഓർമ്മ വന്നു, കൈ അയച്ചാൽ ഓടിയാണ്. ഓടിച്ചെന്നിട്ട് പറഞ്ഞു, കിട്ടി, സംഗതി കിട്ടിയെന്ന് പറഞ്ഞു. ഇമാമ ചോദിച്ചു, ആ നിസ്കാരം പൂർത്തിയാക്കിയെന്ന് ചോദിച്ചു. ഇല്ല, എനിക്കറിയാം ആ പാതിരാത്രി നിന്നെ നിസ്കരിക്കാൻ ഇബ്ലീസ് ഓടൂലെന്ന് എനിക്കറിയാം. നിന്നെ അത് ഓർത്ത് നിന്നാൽ നിന്റെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടാൽ അവന് നഷ്ടമാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൻ ഓർമ്മിപ്പിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. നീ പോയിട്ട് ആ 2 റക്അത്ത് മാറ്റി നിസ്കരിക്കുക, അല്ലാഹുവിന് ശുക്റായിട്ട് നിസ്കരിക്കുക, നിന്റെ പൈസ കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു, ലദ്ദത്തുൽ ഇബാദ, ഇബാദത്തിന്റെ മധുരം നമുക്ക് കിട്ടണം, ഇബാദത്തിന്റെ മധുരം കിട്ടണം. ഇബാദത്തുകൾ നോക്കുപോക്കുകളാവരുത്, ഇബാദത്തുകൾ താൽക്കാലിക കർമ്മങ്ങളാവരുത്. ഈ അനാവശ്യ വിഷയങ്ങളും ദുന്യവിയായ കടബാധ്യതകളും ഒക്കെ ഓർമ്മ വരുന്ന ഒരു നിസ്കാരം അങ്ങനെ ആയിക്കൂടാ. തഫറഗ ലിഇബാദതി അംല സദറക ഗിന, എന്റെ ഇബാദത്തിന് വേണ്ടി നീ ഒരുമിക്കോ, നിന്റെ ഖൽബിൽ ഞാൻ ഗിന തരാം, ഐശ്വര്യം തരാം. വഅസുദ്ദു ഫഖറക, നിന്റെ ദാരിദ്ര്യം ഞാൻ നീക്കിത്തരാം. അല്ലാഹു തആല പറയാണ്, അല്ലാഹു ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന ഒരു മഹത്വം ഇതാണ്, ദാരിദ്ര്യമില്ലാതാവും. എങ്ങനെയാണെന്നറിയോ? അല്ലാഹുവിന് വേണ്ടിയുള്ള ഇബാദത്ത്, അല്ലാഹുവിന് വേണ്ടിയുള്ള ഇബാദത്ത്, ദാരിദ്ര്യം ഉണ്ടാവില്ല. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ആഗ്രഹമുണ്ടെങ്കിൽ ഒരു മനുഷ്യന് അത്യാർത്ഥി വന്നാൽ അവൻ ദാരിദ്ര്യമുള്ള ആളാണെന്നാണ്. ഉലമാ പറയും, എത്രയോ മുതലാളിമാർ ദരിദ്രന്മാരായി ജീവിച്ചു പോയിട്ടുണ്ട്. കാരണം ഇനിയും വേണം, മതിയായിട്ടില്ല എന്ന് വിചാരിച്ച് നടന്നത്, അങ്ങനെ മരിച്ചതാണ്, അയാൾ ദാരിദ്ര്യത്തിലാണ് മരിച്ചതെന്നാണ്. എത്രയോ ദരിദ്രന്മാർ കാഴ്ചയിൽ 5 കാശ് കയ്യിലില്ല, പക്ഷേ നല്ല മുതലാളിമാരായി മരിച്ചുപോയവർ അൽഹംദുലില്ലാ എന്റെ കയ്യിലുണ്ടല്ലോ, അൽഹംദുലില്ലാ എന്ന് ജീവിച്ചു പോവാനുണ്ട്. അൽഹംദുലില്ലാ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു പോയ എത്രയോ പാവപ്പെട്ടവർ, അവരാണ് ശരിക്കും മുതലാളിമാർ. കയ്യിലെമ്പാടും പൈസയുണ്ടായി പോരാ എന്ന് പറഞ്ഞു നടന്നവർ, അവർ സത്യത്തിൽ ദാരിദ്ര്യം പിടിച്ചവരായിരുന്നു എന്ന് നമ്മുടെ ഉലമാ പറയും. മഹാനായ ഇബ്നു അബ്ബാസ് അൽ-മിർസി റഹിമഹുല്ലാഹി പറഞ്ഞത്, ത്വമഅ എന്ന വാക്ക് മുജവ്വഫായ അക്ഷരങ്ങളാണെന്ന്, ഉള്ളു പൊള്ളയ അക്ഷരങ്ങളാണ്. അത് എഴുതി നോക്കിയാൽ ഉള്ളില് ഒരു വയറുള്ള അക്ഷരങ്ങളാണ്, ഉള്ളു പൊള്ളയാണ്, ഉള്ളിലൊന്നുമില്ല. ഇതുപോലെയാണ് അത്യാഗ്രഹമുള്ള മനുഷ്യന്റെ അവസ്ഥ, അയാളുടെ ഉള്ളു പൊള്ളയാണ്, അയാൾക്ക് വയറ് നിറയൂല എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് അൽ-മിർസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹിന്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഫുളൈൽ, ഇതാ എന്റെ ജുബ്ബ, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അടിപ്പിച്ചു തന്നതാണ്, നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഫുളൈൽ എന്നവര് ചോദിച്ചു, ഞാൻ അങ്ങനെ എടുക്കൂല, കൊടുക്കണതൊക്കെ വാങ്ങാത്തവരുണ്ട്. നമ്മുടെ
പഴയ ബാങ്ക് പറഞ്ഞിരുന്ന ഉസ്താദില്ലേ, വലിത്തറ കുഞ്ഞുമുഹമ്മദ് മൗലവി, മുഹമ്മദ് കുഞ്ഞു മൗലവി. ഉസ്താദിനെ കണ്ടവരും കൈപൊക്കിയായിട്ട് നമ്മളെ പഴമക്കാരായ ആളുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? വലിത്തറ ഉസ്താദ്. ഞാൻ കഴിഞ്ഞ റമദാനിന്റെ ശേഷം അവരുടെ വീട്ടിൽ പോയി ഉസ്താദിനെ കണ്ടിരുന്നു. നല്ല പ്രായമുണ്ട്, പ്രായാധിക്യത്തിന്റെ വിഷമങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കിതാബുകളൊക്കെ എഴുതിയിട്ടുണ്ട്, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വതിയടക്ക ഭാഗത്തുള്ള ഒരാളാണ് അവിടെ ഉസ്താദിന്റെ ഖാദിമായിട്ട് നിൽക്കുന്നത്. അദ്ദേഹം നല്ല ആലപ്പുഴ ഭാഷ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല പന്തളം ഭാഷ. ഞാൻ ചോദിച്ചു, കാസർഗോഡ് ഭാഷയല്ലല്ലോ നിങ്ങൾ ഈ പറയുന്നത്? 3 കൊല്ലമായിട്ടുള്ളൂ, നല്ലൊരു ഖാദിമുണ്ട്. അപ്പോ ഉസ്താദിന് നമ്മുടെ യൂസുഫ് അലി സാഹിബ്, ലുലുവിന്റെ യൂസുഫ് അലി സാഹിബില്ലേ, അദ്ദേഹം ഒരു വലിയൊരു വാഹനം ഉസ്താദിന് കൊടുത്തിരുന്നു. ഉസ്താദ് പറഞ്ഞു, ഇത് തരുന്നത് മുഴുവൻ വാങ്ങുന്ന സ്ഥലമല്ല, കൊണ്ടുപോയി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്നാ പിന്നെ എന്താ വേണ്ടത്? പിന്നെ ആവശ്യം നടക്കാനൊരു വാഹനം വേണമെന്ന് പറഞ്ഞു. എന്നാ പിന്നെ അതൊരു ഇന്നോവ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പിന്നെ മാറ്റി കൊടുത്തതാണ്. കുഴപ്പമില്ല, ലോങ് പോകാനും ആശുപത്രി പോകാനും ഡോക്ടറെ കാണാനൊക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, തരുന്നതൊക്കെ വാങ്ങണ സ്ഥലമല്ല ഇത്, എനിക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഉസ്താദിന്റെ വീട് വളരെ ചെറിയൊരു വീടാണ്. ഞാൻ ആലോചിച്ചു, കാറ്റടിച്ചിട്ടില്ല, കരണ്ട് പോയിട്ടുണ്ട്. അങ്ങടി മുകളിലൊക്കെ ഇങ്ങനെയാണോ? കാറ്റടിക്കാതെയും പോകുന്നായി അല്ലേ? അപ്പോ അങ്ങനത്തെ സാത്വികരായ ആലിമ്യങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട വലിത്തറ ഉസ്താദ് അങ്ങനെയാണ്. ഉസ്താദിന്റെ മക്കള് അവരുടെ ഒരു വീട്ടിലെ ഞങ്ങളൊക്കെ താമസിച്ചതെന്ന്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. നല്ല ഇരുത്തം ചെന്ന ആലിമാണ്, പഠിച്ച ആലിമാണ്. എന്നെ പോലെ ഒന്ന് വെറുതെ വളർന്നല്ല, പഠിച്ചിട്ടുണ്ട്, വലിയ ആലിമാണ്, ആലിം ഇൽമുള്ള മഹാനാണ്. അപ്പോ ബഹുമാനപ്പെട്ടവരുടെ ചില ചിട്ടകളും ഇപ്പോഴും അങ്ങനെ വളരെ നല്ലൊരു ചിട്ടയിലാണ് ജീവിതം. അതുകൊണ്ടൊക്കെ ആയിരിക്കും നല്ല അൽഹംദുലില്ലാഹ്. ആ പ്രായത്തിൻ്റെതായ ഒരു വിഷമങ്ങളൊന്നും ആയിട്ടില്ല, നല്ല റാഹത്താണ്. അള്ളാഹു ആയുസ്സും ആഫിയത്തും സലാമത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബ്. തരുന്നത് മുഴുവൻ വാങ്ങുന്ന ആളല്ല. അത് മുമ്പേ അങ്ങനെയാണെന്ന് അവിടുത്തെ മക്കളൊക്കെ പറഞ്ഞു. അപ്പൊക്കെ അങ്ങനെ എന്തേ പൈസ കൊടുത്താൽ തന്നെ എണ്ണി നോക്കിയിട്ട് ഇത് കുറച്ച് കൂടുതലുണ്ടല്ലോ, തിരിച്ചെടുത്തെന്ന് പറയുന്നത്, ഇത് മുഴുവൻ വേണ്ടെന്ന് പറയുന്നു. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു വലിത്തറ ഉസ്താദിന്. ഏതായിരുന്നാലും മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് ഒരാള് ഇങ്ങനെ ഒരു ജുബ്ബ കൊണ്ടുപോയി കൊടുക്കുക. പറഞ്ഞു, ഹാദിഹി ജുബ്ബ ഉഹിബ്ബു അൻ തഖ്ബൽഹാ മിന്നി, ഇത് നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മുതലാളിയാണെങ്കിൽ ഞാൻ സ്വീകരിക്കാം, നിങ്ങൾ ഫഖീറാണെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ആര്? ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവർ വലിയ മഹാനാണ്. ജീവിതത്തിൽ മഹാനായ അവരുടെ സുഹൃത്ത് പറയാണ്, 30 കൊല്ലമായി ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹി ഞാൻ കണ്ടിട്ട് 30 കൊല്ലത്തിനിടയ്ക്ക് ചിരിച്ചിട്ടില്ല. പിന്നെ പുഞ്ചിരിച്ച ഒരേ ഒരു സമയം അവരുടെ പൊന്നുമോൻ മരിച്ചപ്പോഴാണ്. അപ്പോ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തെപ്പോ ചിരിക്കാൻ കാരണം? എന്റെ മോൻ മാചഅലൽ ഈമാൻ, അവന് ഈമാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു, മരിച്ചപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ട്, സന്തോഷിച്ചൂടെ? അഹബ്ബല്ലാഹ് ഫഅഹബ്ബതു അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്റെ മോനെ കൊണ്ടുപോവാൻ, അള്ളാഹുവിന്റെ ഖദർ ഞാൻ ഇഷ്ടപ്പെട്ടു, അതിലെനിക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് ചിരിച്ച മഹാൻ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. എന്താ ചിന്തകളൊക്കെ അല്ലേ? അള്ളാഹുവിന്റെ മോനെ കൊണ്ടുപോവാൻ ഇഷ്ടമായി, അള്ളാഹിന്റെ ഇഷ്ടം തന്നെയാണ് എനിക്കും ഇഷ്ടം, അള്ളാഹ് അതല്ലേ ഇഷ്ടമായത്, അതുകൊണ്ട് അള്ളാഹിന്റെ ഇഷ്ടം തന്നെ ആയിക്കോട്ടെ. അന്നത്തെ ദിവസം ഏറ്റവും നല്ല പുതിയ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങിയ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, അങ്ങനത്തെ മഹാൻ. അപ്പൊ ഒരു വസ്ത്രം കൊണ്ടുപോയി കൊടുത്തപ്പോ പറയണേ, എന്ത്, നിങ്ങൾ മുതലാളിയാണെങ്കിൽ ഞാൻ സ്വീകരിക്കാം, നിങ്ങൾ ദാരിദ്ര്യമുള്ള ആളാണെങ്കിൽ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുതലാളിയാണ്. എത്ര ഉണ്ടെന്ന് ചോദിച്ചു. കയ്യിൽ എത്ര പൈസ ഉണ്ട്? അൽഫാൻ, 2000 ദീനാർ എന്റെ കയ്യിലുണ്ട്. ദീനാർ എന്നത്തെ സ്വർണ്ണ നാണയമാണ്. അപ്പൊ ഞാൻ മുതലാളിയാണെന്ന് പറഞ്ഞു. ഇനി ഒരു 1000 കൂടെ കിട്ടാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. 2000 ഉള്ളൂ, അതിൽ 4000 ആവാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ട് എന്ന് പറഞ്ഞു. നീ ദാരിദ്ര്യമുള്ള, നീ ഫക്കീറാണ്, നിന്റെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഇതിനാണ് ദാരിദ്ര്യം എന്ന് പറയാൻ. ഇതാണ് ദാരിദ്ര്യം. പോരാ പോരാ എന്ന തോന്നൽ. 4000 ആവണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. എന്നാൽ നീ ദരിദ്രനാണ്, നീ ഫക്കീറാണ്, നിന്റെ എനിക്ക് വേണ്ട, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. ഇബ്നു ആദം, ആദമിന്റെ സന്തതിയെ, തഫറഗ് ലിഇബാദതി, എന്റെ ഇബാദത്തിന് വേണ്ടി മനസ്സ് നീ എനിക്ക് തന്നാൽ, നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ ഐശ്വര്യം നിറച്ചു തരാം, നിന്റെ ദാരിദ്ര്യം ഞാൻ തീർത്തു തരാമെന്ന് അള്ളാഹു പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണത്.
റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അലസ്നാ മിൻ ഫുഖറാഇൽ മുഹാജിരീൻ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികത്തേക്ക്, ഞങ്ങളെ മക്കയിൽ നിന്ന് ഹിജറ വന്ന മുഹാജിറുകളായ ഫഖീറന്മാരല്ലേ, ഞങ്ങൾ മിസ്കീന്മാരല്ലേ എന്ന് പറഞ്ഞു. മിസ്കീന്മാരല്ലേ? അപ്പൊ മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലകം റഅതുൻ തഅവി ഇലൈഹാ, ദാരിദ്ര്യമുള്ള ആളല്ലേ എന്ന് പറഞ്ഞു. ഞങ്ങൾ മിസ്കീന്മാരല്ലേ, ഞങ്ങൾക്ക് തന്നൂടെ എന്നൊക്കെയുള്ള ചോദ്യമാണ്. ചോദിച്ചു, നിങ്ങൾക്ക് ഭാര്യയുണ്ടോ? നാമുണ്ട്. അലക സകനൻ തസ്കുനുഹു, നിങ്ങൾക്ക് ചെന്ന് കയറി കിടക്കാൻ ഒരു വീടുണ്ടോ എന്ന് ചോദിച്ചു. നഅം, അതുമുണ്ട്. ഫഅൻത മിനൽ അഗ്നിയ, നീ പിന്നെ മുതലാളിയാണ്. വീടുണ്ട് ഭാര്യയുണ്ടെങ്കിൽ നീ മുതലാളിയാണ്. പടച്ചോനെ, വീടും ഭാര്യയും കല്യാണം കഴിഞ്ഞവരെ പറ്റി ചോദിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് വീടുള്ളവരൊക്കെ കൈപോക്കിയാട്ടെ. വീടുണ്ട് അല്ലാഹ്, കുറെ ആൾക്കാർക്ക് വീടാണല്ലോ. ഇപ്പൊ വീടുണ്ട് ഭാര്യയുണ്ട് അങ്ങനത്തെ ഒരു കൈപോക്കിയാണ്. കല്യാണം കഴിക്കാത്തൊരു കൈപോക്കണ്ടേ? അൽഹംദുലില്ലാഹ്, വീടുണ്ടാവാത്തവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈറായി വീട് കൊടുക്കട്ടെ. ആമീൻ. ഭാര്യയുണ്ട് വീടുണ്ടെങ്കിൽ നീ ധനികനാണ്, നീ ഗനിയാണ്, നീ ധനികനാണ്. സഹ പറഞ്ഞു നുസ്റത്തുൽ മസാക്കീൻ. അതിന്റെ പേരെന്തായിരുന്നു? നുസ്റത്തുൽ മസാക്കീൻ. നമ്മളൊന്നും മിസ്കീന്മാരല്ല, നമ്മളൊക്കെ അഗ്നിയാണ്, നമ്മളൊക്കെ മുതലാളിമാരാണ്. യദ്ഖുലു ഫുഖറാഉ ഉമ്മത്തി ഖബ്ല അൽ അഗ്നിയാഇ ബിനിസ്ഫി യൗമിൻ. യദ്ഖുലു ഫുഖറാഉ ഉമ്മത്തി അൽ ജന്ന, എന്റെ സമൂഹത്തിലെ പാവപ്പെട്ട മിസ്കീന്മാർ, മുതലാളിമാർ സ്വർഗത്തിലേക്ക് പോകുന്നതിന്റെ അര ദിവസം മുമ്പ് സ്വർഗത്തിൽ കടക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മുതലാളിമാര് സ്വർഗത്തിൽ കടക്കുന്നതിന്റെ അര ദിവസം മുമ്പ് ആര് പോകും? മിസ്കീന്മാരൊക്കെ സ്വർഗത്തിലെത്തും. വയൗമുൻ ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ. അല്ലാഹുവിന്റെ അരികത്ത് ഒരു ദിവസം എന്ന് പറയുന്നത് 1000 വർഷമാണ്. അങ്ങനെ വന്നാൽ 500 കൊല്ലം മിസ്കീന്മാരൊക്കെ സ്വർഗത്തിൽ കടന്നതിന്റെ ശേഷമേ മുതലാളിമാർ 500 കൊല്ലം കഴിഞ്ഞിട്ടാണ് സ്വർഗത്തിൽ കടക്കുക എന്ന ഹദീസ് മഹാനായ മുഫസ്സിറായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരാൾ ചോദിച്ചു, ഞാൻ ആ മിസ്കീനിൽപ്പെട്ട ആളാണോ? ഒരാൾ കൈപൊക്കി. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, ബഹുമാനപ്പെട്ടവരുടെ ചോദ്യം, നിനക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാൽ രാത്രി ഭക്ഷണം വല്ലതും മിച്ചം വരാറുണ്ടോ? ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാൽ രാത്രി കഴിക്കാൻ ഭക്ഷണം പിന്നെ ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവാറുണ്ട്. ഇരിക്കിരിക്ക് നീ ആ മിസ്കീനല്ല, ഇരിക്കുന്നു പറഞ്ഞു. അപ്പൊ വേറെ ഒരാള്, എനിക്കങ്ങനെയാണ്, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാൽ രാത്രിക്ക് ഒന്നും എന്റെ കയ്യിലുണ്ടാവില്ല. അപ്പൊ ചോദിച്ചു, ഈ ഉടുത്ത വസ്ത്രമല്ലാതെ വേറെ ഒരു ജോഡി വസ്ത്രം നിനക്കുണ്ടോ? ഉണ്ട്. ഇരിക്കും, നീയും ഫഖീറല്ല. അപ്പൊ ഒരാൾ പറഞ്ഞു, എനിക്ക് ഒരു വസ്ത്രമേ ഉള്ളൂ, ഒരു നേരത്തെ തിന്നാനേ എന്റെ കയ്യിൽ കിട്ടുകയുള്ളൂ, ഞാനതിൽ പെടോ? അപ്പൊ ചോദിച്ചു, നീ ആരോടെങ്കിലും കടം ചോദിച്ചാൽ ആളുകൾ നിനക്ക് കടം തരുമോ? തരാറുണ്ട്. നിനക്ക് തരുന്നത് നിനക്കത് വീട്ടാൻ കഴിവുണ്ട് എന്ന വിശ്വാസത്തിന്റെ പേരിലാണ്, നീയും ഫഖീറല്ല. വേറൊരാൾ പറഞ്ഞു, എനിക്കൊരു വസ്ത്രമേ ഉള്ളൂ, ഒരു നേരത്തെ തിന്നാനേ കിട്ടൂ, എനിക്കാരും കടം തരൂല. അൻത മിൻഹും, 500 കൊല്ലം നേരത്തെ സ്വർഗത്തിൽ കടക്കുമെന്ന ഫഖീർ, നീ അതിൽ പെടുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ. ആ കണക്കിലൊക്കെ അങ്ങടി മുകളിൽ വല്ല മിസ്കീനുണ്ടോ, വല്ല ഫഖീറുണ്ടോ? ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച അന്തിക്ക് ഭക്ഷണം ഇല്ലാത്തവർ, ഒരൊറ്റ ജോഡി വസ്ത്രങ്ങൾ, പിന്നെ ഒന്നും ബാക്കിയില്ല, അങ്ങനത്തെവരുണ്ടോ? അങ്ങനത്തെവരുണ്ടെ കൈപൊക്കിയാട്ടോ, ഓരെ നമുക്ക് ശരിക്കും സഹായിക്കേണ്ടതാണ്. ഇല്ലല്ലോ, എന്തെങ്കിലും കൈപൊക്കണ്ട, അതൊക്കെ ഒരു അയ്ബാണ്. അൽ മുഅ്മിനു ലാ യുദില്ലു നഫ്സഹു, മുഅ്മിനായ മനുഷ്യൻ സ്വന്തം നഫ്സിനെ ദല്ലത്തിലാക്കി നിർത്തുന്നു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഉമ്മത്തികൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം, ഖൽബിന്റെ ഉള്ളിൽ അല്ലാഹു നിങ്ങൾക്ക് ഐശ്വര്യം തരും. اللهم اجعل الدنيا في أيدينا ولا تجعلها في قلوبنا. അങ്ങനെയാണ് ചോദിക്കേണ്ടത്. പടച്ചവനെ, പൈസ വേണം ജീവിക്കാൻ, പക്ഷേ പൈസ എന്റെ കയ്യിൽ തന്നാ മതി റബ്ബേ, എന്റെ കൽബിലേക്ക് തരരുതേ. കൽബ് കൊണ്ട് ദുനിയാവിനെ സ്നേഹിക്കുന്ന അവസ്ഥ വരരുത്, കൽബ് കൊണ്ട് പൈസ സ്നേഹിക്കുന്ന അവസ്ഥ വരരുത്. കയ്യിൽ തരണം റബ്ബേ. ആളുകളെ സഹായിക്കണമെങ്കിൽ, വല്ലവർക്കും സഹായം ചെയ്യണമെങ്കിൽ, ഒരു റിലീഫ് കമ്മിറ്റിയെ സഹായിക്കണമെങ്കിൽ പൈസ വേണ്ടേ? എന്റെ കയ്യിൽ നീ തരണം റബ്ബേ, എന്റെ കൽബിൽ തരരുതേ അല്ലാഹ്. അങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾ ദുആ ചെയ്തിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഐശ്വര്യം തരട്ടെ, അല്ലാഹു ഐശ്വര്യം തരട്ടെ. വലൗലാ ദഫ്ഉല്ലാഹി الناس بعضهم
ഫസദത്തിൽ അർള്. അല്ലാഹു നൽകുന്ന മറ്റൊരു പ്രതിഫലം, മുഅ്മിനീങ്ങളായ ആളുകൾ, സജ്ജനങ്ങളായ ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ അവിടെ അല്ലാഹുവിന്റെ അദാബ് വരികയില്ല. വമാ കാന അല്ലാഹു ലിയുഅല്ലിബഹും വഹും യസ്തഗ്ഫിറൂൻ. മാ കാന അല്ലാഹു ലിയുഅല്ലിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു തആല ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരു സമൂഹത്തെ ശിക്ഷിക്കുകയില്ല. അത് മാത്രമല്ല, നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു, അൻഹുലകു വഫീന സ്വാലിഹൂൻ, ഞങ്ങളിൽ സ്വാലിഹീങ്ങളായ ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നാശം വരുമോ നബിയേ? ഭൂകമ്പം പോലെയുള്ളത്, ഭൂചലനങ്ങൾ പോലെയുള്ളത്, ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന അപകടങ്ങൾ, ആകാശത്ത് നിന്ന് ഖസ്ഫൻ വമസ്ഖൻ വഖദ്ഫൻ വആയാതിൻ തതാബഅ, ചരൽക്കല്ലുകൾ മഴയായി വർഷിക്കുന്നതും ഭൂചലനങ്ങൾ ഉണ്ടാകുന്നതും കൊടുങ്കാറ്റുകൾ അടിക്കുന്നതും ഞങ്ങളിൽ സ്വാലിഹീങ്ങളായ ആളുകൾ ഉണ്ടാകുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ നടക്കുമോ നബിയേ? നഅം ഇദാ കസുറൽ ഖുബ്സ്, ഇദാ കസുറൽ ഖുബ്സ്, മോശപ്പെട്ട വ്യഭിചാരം പോലെയുള്ള തിന്മകൾ ഈ ഉമ്മത്തിൽ വർദ്ധിച്ചാൽ അത് നടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അർത്ഥം മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾ പറഞ്ഞതാണ്, ഇദാ അലാ ഫുജ്ജാറുഹാ അബ്റാറഹാ, ഒരു സമൂഹത്തിലെ നല്ല മനുഷ്യരെക്കാളും മോശപ്പെട്ട ആളുകളാണ് കൂടുതലെങ്കിൽ അവിടെയാണ് ശിക്ഷ വരുന്നത്. നല്ല ആളുകളെക്കാളും കൂടുതൽ ചീത്ത ആളുകൾ. നമ്മൾ പറയും, ഫുട്ബോൾ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പോണ കാണാൻ, അതിനൊന്നും അത്ര ആളെ കിട്ടണില്ലല്ലോ. അല്ലെങ്കിൽ എന്തോ ഒരു അച്ചടക്കത്തിലാണ് സ്വസ്ഥ നിൽക്കുന്നത് നമ്മളെ ബീവറേജിന്റെ മുമ്പിൽ. ഇത് അല്ലേ, എന്തൊരു അച്ചടക്കത്തിന്, വളരെ ഒരു ഒന്നും തള്ളില്ലാതെ എന്തോ ഒരു അച്ചടക്കമുള്ള സൗഹാർദ്ദം. കള്ളുഷാപ്പിന്റെ മുമ്പിലേ കണ്ടിട്ടില്ലേ, എത്ര ക്യൂ ഉണ്ടാവുന്ന ഒരു തിരക്കില്ല. അല്ലെങ്കിൽ ഈ ഒന്ന് മാറി അങ്ങോട്ട് ഒന്നുമില്ല, എല്ലാവരും നല്ല ഒരേ ലക്ഷ്യത്തിലേക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്തൊരു ഡിസിപ്ലിൻ. പഠിച്ചറബേ, എന്താ ദീനിന് ആളെ കിട്ടാത്തത്? നമ്മൾ അങ്ങനെ പറയും. നമ്മൾ ഉലമാ പറയുന്നത്, ഷർറിന്റെ തിന്മയുടെ പതാക ഒരാളെ പിടിച്ചു നിന്നാൽ, ബീവറേജ് തുടങ്ങിയാൽ അവിടെ ആള് വരും. നീ അവിടെ ഒരു ഖുർആനിന്റെ ഹിഫ്ള് തുടങ്ങി നോക്ക്, അതിനും ആള് വരും. നമ്മൾ നന്മയുടെ കൊടി പിടിച്ചിട്ടില്ല, അത് പിടിച്ചാൽ നന്മക്കും ആള് വരും. നിങ്ങൾക്ക് ഒരുമിച്ച് കൂടിയത് അങ്ങനെയല്ലേ? നിങ്ങൾ ഒരുമിച്ച് കൂടിയത് അങ്ങനെയല്ല. ഇവിടെ പന്ത് കളിയാണോ? ഒന്നുമില്ല. ഇവിടെ വല്ല മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകളോ ഓർക്കസ്ട്ര വല്ല നടക്കാൻ പോകുന്നില്ല, കൺസേർട്ട് നടക്കാൻ പോകുന്നുണ്ടോ? ഒന്നുമില്ല. എന്നാൽ നിങ്ങൾ എത്തിയില്ല. എന്തുകൊണ്ട് എത്തി? നന്മയുടെ കൊടി പിടിച്ചാൽ അതിന്റെ കൂടാൻ ആളുകളുണ്ട്, തിന്മകൾ പിടിച്ചാൽ അതിനും ആളുണ്ട്. നന്മയുടെ കൊടി നമ്മൾ പിടിക്കുന്നുണ്ടോ? ഇതാണ് വിഷയം. തിന്മകൾക്കാണ് അവസരം. അപ്പോ ഇദാ അലാ ഫുജ്ജാറുഹാ അബ്റാറഹാ, ഒരു സമൂഹത്തിലെ നല്ല ആളുകളെക്കാളും കൂടുതൽ മോശപ്പെട്ടവരായാൽ അവിടെ അല്ലാഹു തആല ഭൂചലനങ്ങൾ ഉണ്ടാക്കും. അപ്പോ ഈ സമൂഹത്തിലെ തിന്മയെ ഇല്ലാതാക്കുന്നത്, തിന്മയെ പൊങ്ങി വരാതെ നിലനിർത്തുന്നത്, ബിദ്അത്തിനെ ഉയർത്താതിരിക്കുന്നത്, ഈ സമൂഹത്തിലെ ഷർറിനെ അടിച്ചമർത്തുന്ന ആലിമീങ്ങളും സ്വാലിഹീങ്ങളും ജീവിച്ചിരുന്നാൽ ഈ സമൂഹത്തിൽ അല്ലാഹുവിന്റെ അദാബ് വരൂല. അത് അല്ലാഹുവിൽ നിന്നുള്ള അത്ഭുതമല്ലേ? അങ്ങനത്തെ സ്വാലിഹീങ്ങൾ നമ്മുടെ അരികത്തുണ്ടാകുമ്പോ എത്രയോ മുഅ്മിനീങ്ങളുടെ ദിക്റിന്റെ ഫലമായി അല്ലാഹു തആല അദാബിനെ ഉയർത്തിക്കളയുമെന്നാണ്. മുഅ്മിനീങ്ങൾ ചൊല്ലുന്ന ദിക്ർ നമുക്കറിയൂല ആരൊക്കെയാണ് ചൊല്ലുന്നത് എന്ന്. അല്ലാഹു തആല അങ്ങനെ എത്രയോ ആളുകളെ അല്ലാഹു തആല രക്ഷിക്കുമെന്നാണ്. അല്ലാഹു തആല സജ്ജനങ്ങളുടെ ആ ഒരു സ്വഫത്ത് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഹുമുൽ ഖൗം, അല്ലാഹുവിനെ ഓർക്കുന്ന ആ സമൂഹം. ലാ യഷ്ഖാ ജലീസുഹും, അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടെന്നാണ്. മലായികത്തൻ സയ്യാറ, ഓടി നടക്കുന്ന മാലാഖമാരുണ്ട്. അവരെങ്ങനെ ഓടി നടക്കുകയാണ്? ഭൂമിയിൽ പ്രപഞ്ചത്തിലൂടെ നടക്കുകയാണ്. എന്താ അവരുടെ ജോലി എന്നറിയോ? ഒരു വിഭാഗം മലക്കുകൾ ഐന ദിക്റുല്ലാഹ്, എവിടെയാണ് അല്ലാഹുവിനെ സ്മരിക്കുന്നത്, എവിടെയാണ് അല്ലാഹുവിനെ ഓർക്കുന്നത്, എവിടെയാണ് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും സ്വലാത്തും ചൊല്ലപ്പെടുന്നത്, എവിടെയാണ്? ഇത് നോക്കി നടക്കാൻ മാത്രമായി അല്ലാഹുവിന്റെ ഒരു വിഭാഗം മലക്കുകൾ ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അങ്ങനെ മലക്കുകൾ അല്ലാഹുവിലേക്ക് ഉയർന്നിട്ട് പറയും, അല്ലാഹുവേ, നിന്നെ ഓർക്കുന്ന ഒരു വിഭാഗം ആളുകളെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, ദിക്ർ ചൊല്ലുന്നവർ. അള്ളാഹുവിന്റെ ചോദ്യം, അള്ളാഹുവിനറിയാം. എന്നാൽ റബ്ബ് ചോദിക്കുന്നുണ്ട്. എന്താണ് അവരെന്നോട് ചോദിക്കുന്നത്? നിന്റെ സ്വർഗമാണ് റബ്ബേ. അവരത് കണ്ടിട്ടുണ്ടോ? ഇല്ല റബ്ബേ, അവർ കണ്ടിട്ടില്ല നിന്റെ സ്വർഗം. പക്ഷെ അവരത് ചോദിക്കുന്നുണ്ട്. പിന്നെ ചോദിക്കും, എന്താണ് അവരെന്നോട് കാവൽ ചോദിക്കുന്നത്? നിന്റെ നരകമാണ് റബ്ബേ. അവരാ നരകം കണ്ടോ? ഇല്ല, കണ്ടിരുന്നെങ്കിൽ ഇതിലേറെ അവർ പേടിച്ച് ചോദിക്കുമായിരുന്നു. ഉഷ്ഹിദുക്കും യാ മലായികതി, മലക്കുകളെ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി പറയട്ടെ, അന്നീ ഗഫർതു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മലക്കുകൾ പറയും, അല്ലാഹുവേ, അവിടെ ദിക്ർ ചൊല്ലാനല്ലാതെ വന്നിരുന്ന ഒരാളും
അതല്ലെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്നതൊന്ന് വെറുതെ ഒന്ന് വീക്ഷിക്കാമെന്നതാണ്. അല്ലാഹുവേ, ഇവരെ പോലെ നിയ്യത്ത് ചെയ്യാതെ ഒന്നിരുന്ന ചില ആളുകളും അവിടെയുണ്ട്. അവർക്കും നീ പുറത്തു കൊടുത്തിട്ടുണ്ടോ? അവരാണ് ആളുകൾ, അവരാണ് സമൂഹം, അവരാണ് നല്ലവർ. ലാ യശ്ഖാ ജലീസുഹും, അവരുടെ കൂടെ ഇരുന്നവർക്ക് നഷ്ടം സംഭവിക്കൂല. അവരുടെ കൂടെ വെറുതെ ഇരുന്നാലും അവർക്ക് നഷ്ടം പറ്റുകയില്ല. അവർക്കും ഞാൻ പുറത്തു കൊടുത്തു എന്ന് ഈ നല്ലവരുടെ കൂടെ ഇരിക്കുന്നവർക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സജ്ജനങ്ങളെ കൊണ്ട് കിട്ടുന്ന ഭാഗ്യമാണ്, നന്മ ചെയ്യുന്നവരെ കൊണ്ട് കിട്ടുന്ന ഭാഗ്യമാണ്. എല്ലാവരും എഴുതിയിട്ട് സ്വലാത്ത് ചൊല്ലിൻ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. കൈകളൊക്കെ ഒന്ന് കുടഞ്ഞൊന്ന് ഉഷാറാവാനാണ് സ്റ്റേജിൽ